നമസ്കാരം. വി.ഡി. ബിന്റോയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാഷ്ട്രീയ കേരളം കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന CPIM-ന്റെ മുതിർന്ന നേതാവും വളരെയേറെ പ്രതിഭാശാലിയുമായിട്ടുള്ള അഴിമതിരഹിതനായ, കളങ്കരഹിതനായ ജി. സുധാകരൻ എന്ന് പറയുന്ന 65 വർഷക്കാലഘട്ടം, 6.5 പതിറ്റാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനായി പ്രവർത്തിച്ച ഒരു നേതാവ് ആ ബന്ധം ഉപേക്ഷിച്ച് ആ പടിയിറങ്ങിയിരിക്കുകയാണ്. തൻ്റെ ജീവിതം മാത്രമല്ല, തൻ്റെ സഹോദരൻ്റെ ജീവനും കൂടി ബലിയർപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം. നമുക്കറിയാം, ജി. സുധാകരൻ്റെ സഹോദരൻ ഭുവനേശ്വരൻ, അദ്ദേഹം ജീവൻ നൽകി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ജി. സുധാകരൻ എന്ന് പറയുന്നത്. ജി. സുധാകരനെ കുറേ കാലഘട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, പ്രത്യേകിച്ച് CPM-ൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തെ അകറ്റി നിർത്താനിടയായിട്ടുള്ള കാരണം? നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തിലകക്കുറിയായി എക്കാലഘട്ടവും രേഖപ്പെടുത്തിയിട്ടുള്ള പുന്നപ്രവയലാർ സമരത്തിൻ്റെ വാർഷികാഘോഷം നടക്കുമ്പോൾ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല, അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. അതുമാത്രമാണോ? അടിയന്തരാവസ്ഥ പീഡിതരുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്ത് ക്രൂരമായി മർദ്ദനത്തിന് ഇടയായിട്ടുള്ള ആളുകളുടെ 50-ാം വാർഷിക യോഗം വിളിക്കുമ്പോൾ അതിൽ ജി. സുധാകരനില്ല. നമുക്കറിയാം, ആ 50-ാം വാർഷികത്തിൽ ജി. സുധാകരനില്ല. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് EMS-ന്റെ നിർദ്ദേശത്തെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ശക്തമായി പ്രകടനം നയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദനത്തിന് വിധേയപ്പെട്ട ജി. സുധാകരനെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നില്ല. അങ്ങനെ മാനസികമായി ജി. സുധാകരൻ കുറച്ച് കാലഘട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അകന്നു നിൽക്കുകയാണ്. ആ അകന്നു നിൽക്കുന്ന ജി. സുധാകരനെ കൂടുതൽ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതല്ലേ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, മാർക്സിസത്തിൽ നിന്ന് മരുമോനിസത്തിലേക്ക് ഈ പാർട്ടി മാറി. ഇതാണ് PV അൻവർ പറഞ്ഞത്. PV അൻവറാണ് ഈ കേരളത്തിൽ ആദ്യമായി പറഞ്ഞത്. മാർക്സിസത്തിൽ നിന്ന് മരുമോനിസത്തിലേക്ക് ഈ പാർട്ടി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അതാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. നമുക്കറിയാം, ദൈവപുത്രന് വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാനെത്തി എന്ന് പണ്ട് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാടുന്ന പാട്ട് പോലെ. ആരാണ് ഈ സ്നാപക യോഹന്നാൻ? ആ സ്നാപക യോഹന്നാനാണ് പിണറായി വിജയൻ. മരുമോന് അധികാര സ്ഥാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ആ സ്നാപക യോഹന്നാൻ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന മുഴുവൻ നേതാക്കളും വിവിധ കാരണങ്ങൾ പറഞ്ഞ് പാർട്ടി വിട്ടുപോയിക്കൊണ്ടിരിക്കുക. ജി. സുധാകരൻ മാത്രമാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി വളരെയേറെ അടുത്തു നിന്നിരുന്ന PV അൻവർ, അദ്ദേഹം പാർട്ടി വിട്ടുപോയി. അദ്ദേഹം മാത്രമാണോ? ദേവികുളം MLA ആയിരുന്ന S. രാജേന്ദ്രൻ പാർട്ടി വിട്ടുപോയി. ഷൊർണൂർ MLA ആയിരുന്ന PK ശശി പാർട്ടി വിട്ടുപോയി. വൈക്കം MLA ആയിരുന്ന K. അജിത്ത് പാർട്ടി വിട്ടുപോയി. കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി പാർട്ടി വിട്ടുപോയി. നാട്ടിക MLA ആയ മുകുന്ദൻ പാർട്ടി വിട്ടുപോയി. എന്തിനു പറയുന്നു? രക്തസാക്ഷികളുടെ ഫണ്ടിൻ്റെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആ ഫണ്ട് പോലും മുക്കുന്ന പാർട്ടിയായി ഈ പാർട്ടി മാറി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൊത്തളമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ വെച്ച് കുഞ്ഞികൃഷ്ണൻ, ആ പാർട്ടി സഖാക്കളുടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ആ രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി പിരിച്ച ഫണ്ട് പോലും എടുത്ത് ഈ പാർട്ടി ദുരുപയോഗം ചെയ്തു. അതുകൊണ്ട് ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പറും ഏരിയ സെക്രട്ടറിയുമായിരുന്ന കുഞ്ഞികൃഷ്ണൻ പോകുന്നു. അങ്ങനെ മുതിർന്ന ആളുകളെല്ലാം, മാർക്സിസത്തെക്കുറിച്ച് മാന്യമായി പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം ആ പാർട്ടി വിട്ടുപോവുകയാണ്. ഇപ്പോൾ മാർക്സമല്ല നടക്കുന്നത്, മരുമോനിസമാണ് നടക്കുന്നത്. ആ പിണറായിസവും മരുമോനിസവും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് പറയുന്ന അൻവറിൻ്റെ പക്ഷമാണ് ശരി എന്ന് പറയുന്നതിലേക്ക് രാഷ്ട്രീയ കേരളം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ വസ്തുതയോടൊപ്പം സാധാരണ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന മനുഷ്യർ കൈകോർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമസ്കാരം.